ഹലോ എവരി വൺ, ഇറ്റ്സ് മീ രഞ്ജു. അപ്പം ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്നല്ലേ? അപ്പം നമ്മൾ ന്യൂസിലൊക്കെ കാണുന്ന പോലെ തന്നെ ഡൽഹിയിൽ ചെറിയ തണുപ്പും പൊല്യൂഷനും ഒക്കെ ആയിട്ട് അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്കൂളിലേക്ക് വിൻ്റർ യൂണിഫോം ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം അത് വെളിയിലേക്ക് എടുക്കണം. പിന്നെ ഇപ്പോൾ കുറച്ച് വെയിലുണ്ട്, അപ്പം ബ്ലാങ്കറ്റൊക്കെ ഉള്ളതൊന്ന് വെയിലത്തിട്ടൊന്ന് ഉണക്കണം. കുറച്ച് കഴിയുമ്പോൾ സൂര്യനൊന്നും നമുക്ക് കാണാൻ കൂടി കഴിയില്ല. അപ്പം അതിന് മുമ്പ് നമുക്ക് ബ്ലാങ്കറ്റൊക്കെ ഒന്ന് വെള്ളിയിട്ടൊന്ന് ഉണക്കണം. എല്ലാം കഴുകി വെച്ചതായതുകൊണ്ട് ഞാൻ ഇതൊന്ന് രണ്ടാമത് വാഷ് ചെയ്യാറില്ല കേട്ടോ. ഇതെടുത്തിട്ട് ഞാൻ അങ്ങനെ വെയിലത്തിട്ട് ഉണക്കി പിന്നെ അത് രണ്ടാമത് യൂസ് ചെയ്യലാണ് കേട്ടോ. അപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിൻ്റർ യൂണിഫോം എടുക്കണം. അപ്പം നമ്മളെപ്പോലെ ട്രാൻസ്ഫർ ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം തണുപ്പ് വരുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള തുണികൾ നമ്മൾ വാങ്ങി വെക്കും. അത് കഴിഞ്ഞിട്ട് അതെല്ലാം പാക്ക് ചെയ്ത് ഒരിടത്ത് വെക്കുക. അതിനുശേഷം ചൂട് സമയത്ത് വേറെ കുറച്ച് തുണികൾ, ഇപ്പം നമ്മളെപ്പോലെ 2 റൂമിനകത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ശരിക്കും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. 2 വർഷം 3 വർഷം കഴിയുമ്പോൾ ഇതേപോലെ എല്ലാം വാരിക്കെട്ടി അടുത്ത സ്ഥലത്ത് പോവുക, വീണ്ടും അവിടെ നിന്ന് വാരിക്കെട്ടി അടുത്ത സ്ഥലത്ത് പോവുക. അപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പോൾ ഇവിടുന്ന് സൗത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഈ തുണിക്കൊന്നും ഒരു ഉപയോഗം ഉണ്ടാവില്ല. അപ്പം നമ്മളിതൊക്കെ ഇവിടെ കളഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മൾക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ഡ്രസ്സൊക്കെ നമുക്ക് പിന്നെ കുറച്ച് നാൾ അത് ഇടാൻ പറ്റും കേട്ടോ. പക്ഷേ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതൊക്കെ കുട്ടികൾ പെട്ടെന്ന് നീളം വെച്ച് പോകുമല്ലോ. അവർക്കത് 1 വർഷം കഴിയുമ്പോൾ അടുത്ത വർഷത്തിന് നോക്കുമ്പോഴത്തേനും അതൊക്കെ ചെറുതായിട്ടുണ്ടാവും. വീണ്ടും അതൊക്കെ പുതുതായിട്ട് മേടിക്കണം. ഇനിയുള്ള ഒരു 3-4 മാസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. എവിടെ നോക്കിയാലും ഒരു ഇരുട്ടും മൂകതയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും 3-4 മാസം. ഓരോ സ്ഥലത്ത് ട്രാൻസ്ഫറായി ചെല്ലുമ്പോഴും നമ്മൾ വിചാരിക്കും, ഇനി എല്ലാം ആയിട്ടുണ്ട്, നമുക്കിനി അടുത്തടുത്ത് പോകുമ്പോൾ ഒന്നും വാങ്ങണ്ടാന്ന്. അപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമുക്ക് അവിടുത്തേക്ക് ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങേണ്ടി വരും. ഇപ്പോൾ ഡൽഹിയിൽ വന്നതിന് ശേഷമാണ് തണുപ്പിന് വേണ്ടിയിട്ടുള്ള ഇത്രയും തുണികൾ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ബാക്കി നമ്മൾ സൗത്തിലൊക്കെ നിൽക്കുമ്പം ബാംഗ്ലൂരും വിശാഖപട്ടണമൊക്കെ തണുപ്പുണ്ടായിരുന്നെങ്കിലും ഇത്ര വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഡൽഹിയിൽ വന്നതിന് ശേഷം തണുപ്പിൻ്റെ കാഠിന്യം വളരെ കൂടുതലായതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരുപാട് ഡ്രസ്സ് നമുക്ക് വാങ്ങേണ്ടി വന്നു. അപ്പോൾ അതേപോലെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമായിട്ടുണ്ടല്ലോ. അപ്പം അതെല്ലാം നമുക്ക് വാങ്ങേണ്ടി വന്നു. അങ്ങനെ സമ്മറിൻ്റെ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വിൻ്ററിൻ്റെ ഡ്രസ്സുകളൊക്കെ വെളിയിലെടുത്തു കേട്ടോ. അപ്പം ഇത് ഓൾറെഡി ഇതേപോലെ തണുപ്പ് സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.